നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ആരിഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ കടൽ തീരത്ത് യുവാവിനെ കടലിൽ കാണാതായി. മഞ്ചേശ്വരം ചൗക്കി സ്വദേശി മുഹമ്മദ് സൈനുൽ ആബിദിനെയാണ് തിരയിൽപ്പെട്ട് കാണാതായത്. തിരച്ചിൽ ഊർജിതം. കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന് വൻ വിറ്റുവരവ്. 2025-26 വർഷത്തിൽ 15 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് നേടിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. ഹൊസങ്കടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് സ്മാരകമായി മാറുന്നു. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകൾ. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങിയില്ല. പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ആരിഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10. മാർച്ച് 27 പുലർച്ചെയാണ് തൊക്കോട്ട് ഫ്ലൈ ഓവറിൽ വെച്ച് ആരിഫിനെ കാറിലെത്തിയ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ആരിഫിന്റെ കൊലപാതക കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിൽ. കൊലപാതകം നടത്തിയ പ്രതികൾക്ക് ആയുധങ്ങൾ നൽകുകയും കൊലപാതക ദിവസം പോലീസിന്റെ നീക്കങ്ങൾ പ്രതികളെ അറിയിക്കുകയും ചെയ്ത അർഷാദ്, ഈ വർഷം ഫെബ്രുവരിയിൽ ആരിഫിനെ കൊല്ലുവാൻ ശ്രമിച്ച സംഘത്തിലെ പുച്ചെ നിസാഖ്, ഈ സംഘത്തിന് വാഹനവും മറ്റ് സഹായങ്ങളും നൽകിയ ജുനൈദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സുധീർ കുമാർ റെഡ്ഡി പറഞ്ഞു. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ 10 പേർ അറസ്റ്റിലായി. മാർച്ച് 27 പുലർച്ചെ തൊക്കോട്ട് മേൽപ്പാലത്തിൽ വെച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന തലപ്പാടി മുള്ളുകുഡെ വീട്ടിൽ ആരിഫ് എന്ന ടാബ്ലറ്റ് ആരിഫിനെ 6 അംഗ സംഘം കാറിലെത്തി ഇടിച്ചിടുകയും വെട്ടിക്കൊല്ലുകയും ചെയ്തത്. ഈ കേസിൽ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ കടൽ തീരത്ത് അപ്രതീക്ഷിതമായി വന്ന ശക്തമായ തിരമാലയിൽപ്പെട്ട യുവാവിനെ കടലിൽ കാണാതായി. മഞ്ചേശ്വരം ചൗക്കി സ്വദേശികളായ ഉമറുൽ ഫാറൂഖ്, റസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് സൈനുൽ ആബിദിനെയാണ് തിരയിൽപ്പെട്ട് കാണാതായത്. കാസർഗോഡ് മഞ്ചേശ്വരം കുണ്ടുകൊളക്കെ കടൽ തീരത്ത് ബുധനാഴ്ച വൈകിട്ടുണ്ടായ അപകടത്തിൽ 18കാരനെ കടലിൽ കാണാതായി. മഞ്ചേശ്വരം ചൗക്കി സ്വദേശികളായ ഉമറുൽ ഫാറൂഖ്, റസീന ദമ്പതികളുടെ മകൻ മുഹമ്മദ് സൈനുൽ ആബിദാണ് തിരയിൽപ്പെട്ടത്. കുടുംബത്തോടൊപ്പമാണ് കടൽ തീരത്തെത്തിയത്. തീരത്ത് നിൽക്കുന്നതിനിടെ അപ്രതീക്ഷിതമായി വന്ന ശക്തമായ തിരമാലയിൽപ്പെടുകയായിരുന്നു എന്നാണ് കൂടെയുണ്ടായിരുന്നവർ പറയുന്നത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ മഞ്ചേശ്വരം പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി. പ്രാദേശിക നീന്തൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ കടലിൽ വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചു. കടൽ പ്രക്ഷുബ്ധമായതും വെളിച്ചക്കുറവും ആദ്യഘട്ടത്തിൽ തെരച്ചിലിന് തടസ്സമായെങ്കിലും യുവാവിനെ കണ്ടെത്താനായി നാട്ടുകാരും പോലീസും ചേർന്ന് ഇപ്പോഴും തീവ്രശ്രമം തുടരുകയാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന് വൻ വിറ്റുവരവ്. 2025-26 വർഷത്തിൽ 15 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് നേടിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരട്ടിയാണ് ഇത്തവണത്തെ വിറ്റുവരവ്. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി ദീർഘകാലം തൊഴിലാളികൾ സമരത്തിലായിരുന്ന ഭെൽ EML ആണ് പിന്നീട് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കെൽ EML എന്ന പേരിൽ പ്രവർത്തനം തുടങ്ങിയത്. മൊഗ്രാൽ പുത്രു ബെദ്രഡ്കയിലെ കെൽ യൂണിറ്റ് നഷ്ടത്തിൽ പ്രവർത്തനം തുടരുന്നതിനാൽ കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനമായ ഭെൽ സംയുക്ത പങ്കാളിത്തത്തോടെയാണ് ഭെൽ EML എന്ന പേരിൽ നേരത്തെ പ്രവർത്തനം നടത്തിയിരുന്നത്. തുടക്കത്തിൽ വലിയ പ്രതീക്ഷകളായിരുന്നു. പിന്നീട് പ്രവർത്തനം നിലച്ച് ശമ്പളം പോലും കിട്ടാതെ ജീവനക്കാർ ദീർഘകാലമായി സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഇത് തിരികെ ഏറ്റെടുത്ത് 2022 ഏപ്രിൽ 1 കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡ് എന്ന പേരിൽ ആരംഭിച്ചത്. 77 കോടി രൂപ പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചായിരുന്നു തുടക്കം. അതിൽ വിവിധ ഘട്ടങ്ങളിലായി 33 കോടിയിലേറെ രൂപ ലഭിച്ചു. ഇപ്പോൾ 67 സ്ഥിരം ജീവനക്കാർ ഉൾപ്പെടെ 90 പേരുണ്ട്. അവർക്കെല്ലാം നിശ്ചിത തീയതി തന്നെ ശമ്പളം നൽകുന്ന സ്ഥാപനമായി മാറി. സ്ഥാപനത്തിൽ ജീവനക്കാർക്ക് കഴിഞ്ഞ മാർച്ച് ശമ്പളം മുതൽ 1500 രൂപ ഇടക്കാലാശ്വാസം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിൽ അവസാന ശമ്പള പരിഷ്കരണം 2009 നടത്തിയതെന്നത് പരിഗണിച്ചും കെൽ ഇലക്ട്രിക്കൽ മെഷീൻസ് ലിമിറ്റഡ് എന്ന പുതിയ പൊതുമേഖലാ സ്ഥാപനം രൂപീകരിച്ചതിനു ശേഷം
ഇടക്കാലാശ്വാസം നൽകിയിട്ടില്ല എന്ന കാരണമാണ് ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മാർച്ച് മുതൽ 1500 രൂപ ഇടക്കാലാശ്വാസം അനുവദിച്ചത്. സർക്കാരിന്റെ ഈ ഉത്തരവ് ജീവനക്കാർക്ക് സഹായമായി. ഇടക്കാലാശ്വാസം അനുവദിക്കുന്നതിലുണ്ടാകുന്ന അധിക സാമ്പത്തിക ബാധ്യത പൊതുമേഖലാ സ്ഥാപനം സ്വന്തമായി കണ്ടെത്തണം. ഇടക്കാലാശ്വാസം അനുവദിക്കുന്ന തുക ദീർഘകാല കരാർ ശമ്പള പരിഷ്കരണം അനുവദിച്ചു നൽകുമ്പോൾ അതിൽ കിഴിവ് വരുത്തുമെന്നാണ് മാനദണ്ഡം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്കിന്റെ ഹൃദയഭാഗമായ ഹൊസങ്കടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണന മൂലം സ്മാരകമായി മാറുന്നു. ദേശീയപാതയോട് ചേർന്ന് സുസജ്ജമായ സ്റ്റാൻഡ് നിലവിലുണ്ടെങ്കിലും കാസർഗോഡ് മംഗളൂരു റൂട്ടിലോടുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുവാൻ തയ്യാറാകാത്തത് യാത്രക്കാരെ വലയിക്കുകയാണ്. ദേശീയപാതയിലെ തിരക്കേറിയ വളവുകളിലും റോഡരികിലുമാണ് ബസ്സുകൾ നിലവിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് കടുത്ത ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കേണ്ട യാത്രക്കാർ ബസ് കിട്ടാനായി റോഡരികിൽ തടിച്ചുകൂടേണ്ടി വരുന്നത് പ്രായമായവർക്കും സ്കൂൾ കുട്ടികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്റ്റാൻഡ് ഉപയോഗിക്കാത്തതിനാൽ ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. RTOയും പോലീസ് അധികാരികളും അടിയന്തരമായി ഇടപെട്ട് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന പിഴ ഈടാക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നമ്മുടെ ഹൊസങ്കടിയുടെ ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ്. രണ്ട് ഭാഗത്തും കാസർഗോഡ് നിന്ന് വന്ന് നിൽക്കുന്ന ബസ് തീരെ റോങ് സൈഡായിട്ട് അവിടെ ആനക്കല്ലിൽ നിന്ന് വരുന്ന ഒരു ബ്ലോക്കിലേക്ക് നിൽക്കുന്നു. അതുപോലെ മംഗലാപുരത്ത് ഭാഗത്ത് നിന്ന് തലപ്പാടി ഭാഗത്ത് നിന്ന് വരുന്ന ബസ് നമ്മുടെ ആ ബേക്കറിൻ്റെ മുന്നിൽ നിന്ന് മൊത്തം ബ്ലോക്കാവുന്നു. തീർച്ചയായിട്ടും പറയുന്നുണ്ടെങ്കിൽ ആ ബേക്കറിൻ്റെ മുന്നിൽ നിർത്തുന്ന സ്കൂട്ടിക്കാവട്ടെ കാറിനാവട്ടെ പോലീസ് കേസിട്ടിട്ടും പോകും. പക്ഷെ ഒരു ഹൊസങ്കടിയിൽ ഒരു സ്ഥലമില്ലാത്ത ഒരു ഹൊസങ്കടിയായിട്ട് മാറി. ഈ ഹൈവേ വന്നതിന് ശേഷം ഹൊസങ്കടിയിൽ നിന്ന് സംസാരിക്കാനോ ഒരു പാർക്കിംഗ് ആക്കാനോ ഒരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അതോടൊപ്പം നമുക്കിപ്പോൾ നോക്കി ഈ തലപ്പാടി വന്ന് നിൽക്കുന്ന ബസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നോക്കി ലോക്കൽ ബസ്സായാലും KSRTC ആയാലും വന്ന് നിൽക്കുന്നത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയ്ക്ക്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ. ഇപ്പുറത്ത് കാസർഗോഡ് നിന്ന് വരുമ്പോൾ അങ്ങനെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ, പ്രശ്നമില്ല. ഇതിന് നിയമപാലകന്മാർ ഇതിനൊരു ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൊസങ്കടിയിൽ ആക്സിഡൻറ്റ് ഇനിയും കൂടാൻ പോകുന്നു. ഇന്നലെ രാത്രിയും പോലും ഒരു ആക്സിഡൻ്റായി. കാരണം ആ ബസ് നിന്ന സമയത്ത് തലപ്പാടിയിൽ നിന്ന് വരുന്ന ഒരു സ്കൂട്ടി അവൻ ബസ്സിനെ ഓവർടേക്കാക്കി വന്നു. അങ്ങ് ആനക്കല്ല് റോഡിൽ നിന്ന് വരുന്ന ഒരു ജീപ്പ് പിക്കപ്പ്, ആ പിക്കപ്പിന് ഈ വണ്ടി കണ്ടില്ല, രണ്ടും ഏറ്റുമുട്ടി ആക്സിഡൻ്റായി. ഇതുപോലെയുള്ള അപകടങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തലപ്പാടി ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സെല്ലാം അത് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു പ്രശ്നം വരുന്നില്ല. ഇത് ആ എൻഡിൽ ആ വളവിൽ തന്നെ കൊണ്ടുപോയിട്ട് ബസ്സൊക്കെ നിർത്തുന്നതുകൊണ്ട് ഈ മംഗലാപുരം ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാഫിക് ബ്ലോക്കാണ്. ഈ ആക്സിഡൻറ്റിന് വരെ സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് സാഹചര്യം അവിടെ ഉണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പിൽ തന്നെ ബസ് നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല സൗകര്യമാണ്. സ്റ്റോപ്പ് വിട്ട് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് അധികൃതർ ശ്രദ്ധിച്ച് അതിനുള്ള നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിച്ചു. കാസർഗോഡ് നീർച്ചാൽ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു വിഷു ആഘോഷം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുവത്സരമായ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് നീർച്ചാൽ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിൽ ഉച്ചഭക്ഷണ സൗകര്യമൊരുക്കി. പരിപാടിയിൽ ആശ്രമത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന രമേശ് ബേള ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് എല്ലാവരും ചേർന്ന് സഹഭക്ഷണം നടത്തി. ഈ അവസരത്തിൽ യൂണിറ്റ് പ്രസിഡന്റായ വസന്ത് കരമനെ, സെക്രട്ടറി ശാലിനി രാജേന്ദ്രൻ, ട്രഷറർ അമിത്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗണേഷ് റൈ, യൂണിറ്റ് കമ്മിറ്റി അംഗമായ രതീഷ് രാമു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലയാളികളുടെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന വിഷു തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും വിഷുക്കോടിയും വിഷുക്കിറ്റുകളും വിതരണം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകനും പ്രസ് ഫോറം ട്രഷററുമായ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പി മഷൂദ് അധ്യക്ഷത വഹിച്ചു.
സെക്രട്ടറി KV സുധാകരൻ, ഉറുമീസ് തൃക്കരിപ്പൂർ, MP ബിജീഷ്, ഇബ്രാഹിം തൃക്കരിപ്പൂർ, TMC മുഹമ്മദ് മാസ്റ്റർ, AG ഷാക്കിർ എന്നിവർ സംസാരിച്ചു. ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ നമ്മൾ ചെറിയ ചെറിയ ആഘോഷങ്ങൾ നമ്മൾ നടത്തിയിരുന്നത്. പിന്നീട് നമ്മൾ പ്രസാദം അതുപോലെ മഷൂർ വന്നതിന് ശേഷം വളരെ ഭംഗിയായിട്ട് നമുക്ക് എല്ലാ വർഷവും എല്ലാ ആഘോഷങ്ങളും നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ 2 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മുടെ ഈ പ്രവർത്തനത്തിന് ചെറിയ കുറവ് വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് എല്ലാവരും നമ്മുടെ പത്രപ്രവർത്തകർ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്, എല്ലാം ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് ആ സമയത്ത് ആ ഇലക്ഷൻ നമ്മുടെ പോയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത്. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. മനുഷ്യച്ചങ്ങല തീർക്കൽ ഉൾപ്പെടെ പ്രക്ഷോഭവുമായി വ്യാപാരികൾ രംഗത്തെത്തിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലാണ് തൃക്കരിപ്പൂരിനെ വരിഞ്ഞു മുറുക്കി 5 റെയിൽവേ ഗേറ്റുകൾ. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിൽ ബീരിച്ചേരി റെയിൽവേ ഗേറ്റാണ് വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം കണ്ട വലിയ പറമ്പിലേക്കുള്ള കവാടമായ വെള്ളാപ്പ് റോഡിലാണ് രണ്ടാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അതിരിലുള്ള നടക്കാവ് ഉദിനൂർ പ്രധാന പാതയിലാണ് 3ാമത്തെ റെയിൽവേ ഗേറ്റ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിനടുത്താണ് തങ്കയം ഇളമ്പച്ചി പാതയിൽ 4ാമത് ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ തെക്കനതിരിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒളവറ ഉളിയത്ത് കടവിലേക്കുള്ള പാതയിലാണ് 5ാമത്തെ റെയിൽവേ ഗേറ്റ്. ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അധികൃതർ നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളെ യാത്രാദുരിതത്തിലാക്കുകയാണ്. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തീരമേഖലയിലുള്ള 10,000-ങ്ങൾക്ക് ടൗണുകളിൽ എത്തിച്ചേരാൻ മറ്റ് മാർഗങ്ങളില്ല. രാവിലെ മുതൽ രാത്രി വരെ റെയിൽവേ ഗേറ്റുകളിൽ പ്രദേശങ്ങളിലുള്ളവരുടേത് കുരുങ്ങിക്കിടക്കുന്ന ജീവിതചക്രമായി മാറി. 40-ൽ പരം സ്വകാര്യ KSRTC ബസ്സുകൾ കടന്നുപോകുന്ന തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 2016-ൽ പ്രഖ്യാപിച്ചതാണ് മേൽപ്പാലം. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 5 ഇടങ്ങളിലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടക്കാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് 100-കണക്കിന് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു. കടകളടച്ച് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 17-ന് വെള്ളിയാഴ്ച വൈകുന്നേരം വ്യാപാര ഭവനിൽ വിവിധ സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള സംഘാടക സമിതി രൂപീകരണം നടക്കും. വ്യാപാരികളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരമാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിനു മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുമ്പോഴാണ് തൃക്കരിപ്പൂർ ടൗണിൽ നിരന്തരം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. മേൽപ്പാലങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂരിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റ് കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം 5-ാം തീയതി പാലക്കാട് ഡിവിഷൻ ഓഫീസിൽ ധർണ നടത്തുകയും അതിനുശേഷം ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങൾ അടുത്ത സമരങ്ങളിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ട സമരം നിലയിൽ ഈ മാസം അവസാനം തൃക്കരിപ്പൂരിൽ ഒരു മനുഷ്യച്ചങ്ങൽ, എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുമായി ആലോചിക്കുന്നതിന് വേണ്ടി നാളെ ഒരു പ്രത്യേക തൃക്കരിപ്പൂരിലെ മുഴുവൻ സാംസ്കാരിക രാഷ്ട്രീയ വ്യക്തികളെ വിളിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് തൃക്കരിപ്പൂർ വ്യാപാരികൾ ഈ മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നതുവരെ നിരന്തരം സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഉദുമ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഉച്ചില്ലത്ത് KU പത്മനാഭ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉദുമ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 18 വരെയാണ് ആറാട്ട് മഹോത്സവം നടക്കുന്നത്.
ഉദുമ ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ചൊവ്വാഴ്ച രാവിലെ 11:05 കൊടിയേറ്റ് നടന്നു. 15 ബുധനാഴ്ച പുലർച്ചെ വിഷുക്കണി ഉണ്ടായിരുന്നു. രാവിലെ 5 ജെ പുഞ്ചക്കാടനും സംഘവും അവതരിപ്പിച്ച പുല്ലാങ്കുഴൽ കച്ചേരി, രാത്രി 8:30 മുതൽ ക്ഷേത്ര പരിസരത്തെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാസന്ധ്യ എന്നിവ നടന്നു. 16 വ്യാഴാഴ്ച നടുവിളക്ക് നിലമാല ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ 11 ക്ഷേത്ര ഭജന സമിതിയുടെ ഭജന നടന്നു. രാത്രി 9:30 ക്ഷേത്ര UAE കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത താരങ്ങൾ അണിനിരക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് നടക്കും. 17 പള്ളിവേട്ട ഉത്സവത്തോടനുബന്ധിച്ച് രാവിലെ 11 മണിക്ക് ആറാട്ട് മഹോത്സവത്തിന്റെ പൊരുൾ എന്ന വിഷയത്തിൽ കൊപ്പൽ ചന്ദ്രശേഖരൻ ആധ്യാത്മിക പ്രഭാഷണം നടത്തും. വൈകുന്നേരം 4 മണിക്ക് കുണ്ടിൽ ഫ്രണ്ട്സ് തെക്കേക്കര കൈകൊട്ടിക്കളിയും ഉദയമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രം, പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്ര, കരിപ്പോടി പ്രാദേശികം, പാക്കത്തപ്പൻ ക്ഷേത്രം മാതൃസമിതികളുടെ തിരുവാതിരയും അരങ്ങേറും. വൈകുന്നേരം 6 മണിക്ക് പള്ളിവേട്ടയ്ക്കുള്ള പുറപ്പാട്. 18 ശനിയാഴ്ച ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 11 കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രം സംഘം കോൽക്കളി അവതരിപ്പിക്കും. വൈകുന്നേരം 4 ഉദുമ മ്യൂസിക് ലവേഴ്സിന്റെ ഭക്തിഗാന സുധ. വൈകുന്നേരം 5 മണിക്ക് ആറാട്ട് എഴുന്നള്ളത്ത്. വൈകിട്ട് 6 ആറാട്ട്, കട്ടയിൽ ഭജന, തിടമ്പ് നൃത്തം. രാത്രി 8:30 കൊടിയിറക്കം എന്നിവ നടക്കും. ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 മുതൽ അന്നദാനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുറ്റിക്കോൾ ശ്രീ തമ്പുരാട്ടി ഭഗവതി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ട മഹോത്സവവും ഏപ്രിൽ 18 മുതൽ 28 വരെയുള്ള തീയതികളിലായി നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുറ്റിക്കോൾ ശ്രീ തമ്പുരാട്ടി ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശവും കളിയാട്ട മഹോത്സവവും ഏപ്രിൽ 18 മുതൽ 28 വരെയായി നടക്കും. ബ്രഹ്മശ്രീ ഇരവിൽ ഐക്യ കേശവതന്ത്രിയുടെ മഹനീയ കാർമ്മികത്വത്തിൽ വിവിധ താന്ത്രിക, ആധ്യാത്മിക, കലാ സാംസ്കാരിക പരിപാടികളോടുകൂടി നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ ഉത്തരമലബാറിലെ പ്രസിദ്ധമായ കുറ്റിക്കോൾ ശ്രീ തമ്പുരാട്ടി ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവവും അതുപോലെ തന്നെ കളിയാട്ട മഹോത്സവവും ഈ വരുന്ന 2026 ഏപ്രിൽ 18 മുതൽ 28 വരെ നടത്തുകയാണ്. 18-ാം തീയതി ശനിയാഴ്ച രാവിലെ കലവറ ഘോഷയാത്രയോടു കൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത്. കുറ്റിക്കോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തന്മാരുടെ അകമ്പടിയോടുകൂടി, മുത്തുക്കടകളുടെയും ചണ്ടമോളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കലവറ ഘോഷയാത്ര നടക്കുന്നത്. തുടർന്ന് ഈ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്, സ്ത്രീകളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള വമ്പിച്ച രീതിയിലുള്ള മാതൃസംഗമം നടക്കുന്നു. അതിൽ കർണാടക MLA സുള്യ MLA കുമാരി ഭാഗീരഥി മുരളിയ ഉൾപ്പെടെ അതിൽ പങ്കെടുക്കുന്നു. അന്ന് വൈകുന്നേരം തന്നെ ബ്രഹ്മശ്രീ ഇരവിൽ കേശവതന്ത്രി ഐക്യ കേശവതന്ത്രികളുടെ നേതൃത്വത്തിന് അവരെ കുറ്റിക്കോൾ ടൗണിൽ നിന്ന് സ്വീകരിച്ച് ഈ തമ്പുരാട്ടി ക്ഷേത്രത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഈ പരിപാടികളെല്ലാം പൂർണ്ണമായും ജനകീയ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ സഹകരണത്തോടുകൂടി വലിയ ജനകീയ ആഘോഷമാക്കി കുറ്റിക്കോൾ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ A. മാധവൻ നായർ കൽക്കര, ജനറൽ കൺവീനർ T. കുഞ്ഞികൃഷ്ണൻ പനിച്ചിലിങ്കാൽ, ട്രഷറർ PV ഗോപാലൻ ബേടകം, ഭരണസമിതി ജനറൽ സെക്രട്ടറി PT ശ്രീധരൻ, പബ്ലിസിറ്റി ആൻഡ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അരവിന്ദൻ, കൺവീനർ രതീഷ് ചേലിട്ടുകാരൻ വീട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഗ്രാമജ്യോതി സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ വിഷു ആഘോഷിച്ചു. ബദിയടുക്ക സ്നേഹാലയത്തിലെ അമ്മമാരോടൊപ്പമായിരുന്നു ഗ്രാമജ്യോതി സൗഹൃദവേദി അംഗങ്ങളുടെ വിഷു സദ്യ. ഗ്രാമജ്യോതി സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ വിഷു ആഘോഷിച്ചു. ബദിയടുക്ക സ്നേഹാലയത്തിലെ അമ്മമാരോടൊപ്പം വിഷുസദ്യ കഴിച്ചും ഗ്രാമജ്യോതി സൗഹൃദവേദി അംഗങ്ങൾ വിഷുവിനെ സ്നേഹത്തിന്റെയും കരുണയുടെയും ആഘോഷമാക്കി മാറ്റി. സിസ്റ്റർ ബീന, ശ്രീധരൻ, രാധാകൃഷ്ണ നായിക്, ഹരിപ്രസാദ്, പുഷ്പ സുധാകരൻ, ഗീതാ നാരായണൻ, സുമിത്ര വിജയൻ, ബിന്ദു മനോജ്, മണിചന്ദ്രകുമാരി, മണിമേഖല, ചന്ദ്രകുമാരി, ആശാ ജയരാമൻ, സുരേഷ് പൊട്ടിപ്പലം, സദാശിവൻ, പ്രശാന്ത് എതിർത്തോട്, ശ്രീജ കെ നായക്, രജനി ജയൻ, ഹേമാവതി, ലളിത ബാലെടുക്ക, മോനിഷ ഹരിപ്രസാദ്, മോനിഷ, ശ്രീധരൻ, ശ്രീലേഖ കുശലൻ, ദേവകി ചെന്നെടുക്ക, നിജിഷ, രസിത, കൃഷ്ണപ്രിയ, വൈഗ, മാളവിക, രശ്മിത, മോളൂട്ടി, ശ്രീനന്ദ, മഞ്ജുശ്രീ, മധുശ്രീ, മേഘശ്രീ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നവീകരിച്ച ഹൊസ്തുർഗ് ജുമാ മസ്ജിദ് കാഞ്ഞങ്ങാട് പുതിയകോട്ട മഖാമുറുസ് വേദിയിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. 9 മുതൽ ആരംഭിച്ച പുതിയകോട്ട മഖാമുറുസിന് ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടി പരിസമാപ്തിയായി. കാഞ്ഞങ്ങാട് നവീകരിച്ച ഹോസ്തുർഗ് ജുമാ മസ്ജിദ് കാഞ്ഞങ്ങാട് പുതിയകോട്ട മഖാമുറൂസ് വേദിയിൽ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കുവൈത്ത് അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട സ്വാഗതം പറഞ്ഞു. മഹൽ ഖത്തീബ് OP അബ്ദുള്ള സഖാഫി, ഉറൂസ് കമ്മിറ്റി ജനറൽ കൺവീനർ BA റഫീഖ്, ട്രഷറർ ബഷീർ അജ്വ, ജോയിന്റ് കൺവീനർമാരായ അബ്ദുള്ള പള്ളിവളപ്പിൽ, ഫൈസൽ പോളി, ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ജനറൽ സെക്രട്ടറി ബഷീർ വെള്ളിക്കോത്ത്, ഇബ്രാഹിം പാലാട്ട് തുടങ്ങിയവരും മഹൽ നിവാസികളും പങ്കെടുത്തു. EP അബൂബക്കർ അൽ ഖാസിമി പത്തനാപുരം മുഖ്യപ്രഭാഷണം നടത്തി. 9 മുതൽ ആരംഭിച്ച പുതിയ കോട്ട മഖാം ഉറൂസ് ആയിരങ്ങൾക്കുള്ള അന്നദാനത്തോടുകൂടി പരിസമാപ്തി കുറിച്ചു. ജാതി മത ഭേദമന്യേ നിരവധി ആളുകളാണ് ഭക്ഷണം സ്വീകരിക്കാനും മറ്റും ഉറൂസ് വേദിയിൽ എത്തിച്ചേർന്നത്. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹനീഫ് കുവൈത്ത്, ജനറൽ കൺവീനർ BA റഫീഖ്, ട്രഷറർ ബഷീർ അജ്വ, വൈസ് ചെയർമാൻ ഫൈസൽ പോളി, ജോയിന്റ് കൺവീനർ അബ്ദുള്ള പള്ളിവളപ്പിൽ, ജമാഅത്ത് പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞി പള്ളിവളപ്പിൽ, ജനറൽ സെക്രട്ടറി ഹംസ പുതിയകോട്ട, ജോയിന്റ് സെക്രട്ടറി കരീം കുശാൽ നഗർ, വോളണ്ടിയർമാർ, നാട്ടുകാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചരിത്രപ്രസിദ്ധമായ എരുമാട് മഖാമുറൂസ് മുബാറക്കിന് വെള്ളിയാഴ്ച തുടക്കമാകും. 24 വരെ നടക്കുന്ന ഉറൂസ് മുബാറക്കിന്റെ ഭാഗമായി മതപ്രഭാഷണം, തിക്ർ ഹൽക്ക, ഖത്തം ദുവാ മജ്ലിസ്, സ്വലാത്തുന്നാരിയ, സമാപന സമ്മേളനം എന്നിവയുൾപ്പെടെ വിവിധ പരിപാടികൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ എരുമാട് മഖാം ഉറൂസ് മുബാറക്ക് 17 മുതൽ 24 വരെയായി നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന മഖാം സിയാറത്തിന് സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നേതൃത്വം നൽകുമെന്നും എരുമാട് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഹുസൈൻ സഖാഫി പതാക ഉയർത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. എരുമാട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷെയ്ഖുന സൂഫി സയ്യിദ് വലിയുള്ള സയ്യിദ് ഹസൻ സഖാഫുൽ ഹലറമി മഹാന്മാരുടെ പേരിൽ കൊല്ലം വർഷം തോറും നടത്തി വരാറുള്ള ഉറൂസ് നേർച്ച ഇൻഷാ അല്ലാഹ് ഈ വർഷം ഏപ്രിൽ 17 നാളെ ജുമാക്ക് ശേഷം ആരംഭിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിമന്യരായ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ മഖാമിൽ വെച്ച് സിയാറത്ത് നടക്കുകയും അതിന് ശേഷം എരുമാട് ദർഗാ ഷരീഫ് പ്രസിഡന്റ് പതാക ഉയർത്തുകയും ചെയ്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അവർ ഔദ്യോഗികമായ ഉറൂസിന് തുടക്കം കുറിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. ഉറൂസിനോടനുബന്ധിച്ച് 20-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 12 മണിക്ക് സർവധർമ്മ സമ്മേളനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ പാണക്കാട് അവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന മഹത്തായ യോഗത്തിൻ്റെ ഉദ്ഘാടനം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിത്തരാമെന്ന് ഏറ്റിരിക്കുകയാണ്. അന്ന് പ്രധാനമായും കൊടക് ജില്ലാ സംയുക്ത ജമാഅത്ത് ഖാദിയും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അവർ മുഖ്യ പ്രഭാഷണം നടത്തുന്നതാണ്. പുതുബത്ത് സാദാത്ത് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൽ അവർ സംബന്ധിക്കുന്നതും അതുപോലെ കർണാടക സ്പീക്കർ UT ഖാദർ മറ്റു നേതാക്കളും സംബന്ധിക്കുന്നതാണ്. ഉറൂസിൻ്റെ സമാപനം 24-ാം തീയതി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നടക്കുന്നതാണ്. ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അന്നദാനം, ക്ഷീരണി വിതരണം 20-ാം തീയതി തിങ്കളാഴ്ച 4 മണി മുതൽ ആരംഭിക്കുന്നതാണ്. KH ഹുസൈൻ സഖാഫി, PA അബ്ദുൾ റഹ്മാൻ, നസീർ ബാഖഫി, ഫിറോസ് സുഹാരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
സേവാഭാരതി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിഭവസമൃദ്ധമായ വിഷു സദ്യ നൽകി. ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ KG അശ്വതി നിർവഹിച്ചു. സേവാഭാരതി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മുഴുവൻ രോഗികൾക്കും സഹായികൾക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മറ്റ് ജീവനക്കാർക്കും വിഭവ സമൃദ്ധമായ വിഷുസദ്യ നൽകി. ചടങ്ങിന്റെ ഉദ്ഘാടനം ജില്ലാ ആശുപത്രി അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ KG അശ്വതി നിർവഹിച്ചു. സേവാഭാരതി ഇവിടെ അഡ്മിറ്റ് ആയിപ്പെട്ടിട്ടുള്ള രോഗികൾക്ക് ഭക്ഷണം നൽകി വരുന്നുണ്ട്. അതിനും പരം വേറൊരു മാനവ സേവ വേറെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി 17 വർഷമായി തുടർച്ചയായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മിനി ചേച്ചിക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒന്നും കൂടി വിഷു ആശംസകൾ അർപ്പിക്കുന്നു. കൂടെ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി പറയുന്നു. സേവാഭാരതി കാഞ്ഞങ്ങാട് പ്രസിഡന്റ് ഗുരുദത്ത് റാവു അധ്യക്ഷത വഹിച്ചു. വിദ്യാധരൻ കാട്ടൂർ വിശിഷ്ടാതിഥിയായി. ജില്ലാ കാര്യവാഹ് സനൽ വാഴക്കോട്, ജില്ലാ സേവാ പ്രമുഖ് ഗോവിന്ദൻ മടിക്കി എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 20 വർഷമായി സേവാഭാരതിയുമായി സഹകരിക്കുന്ന മിനി PA ശ്രേഷ്ഠ സേവാ പുരസ്കാരം നൽകി ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സേവാഭാരതി കൺവീനർ ബാലകൃഷ്ണൻ K സ്വാഗതവും സെക്രട്ടറി രാധാകൃഷ്ണൻ V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശ്രീ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം ഏപ്രിൽ 17 മുതൽ 23 വരെയുള്ള തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് ശ്രീ മടിയൻകുലം ക്ഷേത്രപാലക ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം ഏപ്രിൽ 17 മുതൽ 23 വരെ തീയതികളിലായാണ് നടക്കുന്നത്. ഏപ്രിൽ 17 ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായരുടെ ആചാര്യ വരവേൽപ്പ് ചടങ്ങോടുകൂടി ബ്രഹ്മകലശോത്സവത്തിന് തുടക്കമാവും. 18 കലവറ നിറയ്ക്കൽ, തുടർന്ന് ഭജനാമൃതം. വൈകുന്നേരം 6 മണിക്ക് മതസൗഹാർദ്ദ സമ്മേളനം. രാത്രി 8 മണിക്ക് മെഗാ തിരുവാതിര. 19 വിവിധ താന്ത്രിക കർമ്മങ്ങൾ. 10 മണിക്ക് ആചാര സംഗമം. വൈകുന്നേരം 5 മണിക്ക് ഇരട്ട തായമ്പക. മടിയൻകുലം ക്ഷേത്രത്തിന്റെ നവീകരണ ബ്രഹ്മകലശോത്സവത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെ ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കാഞ്ഞങ്ങാടിന്റെ മാത്രമല്ല ഉത്തര മലബാറിലെ ഏറ്റവും പ്രശസ്തവും അതുപോലെ തന്നെ പുരാതനവുമായ ക്ഷേത്രമാണ് ശ്രീ മടിയൻകുലം. കഴിഞ്ഞ 19 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഇങ്ങനെ ഒരു നവീകരണ ദർശനം നടക്കുന്നത്. ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. പരമാവധി ജോലികൾ ചെയ്തു തീർത്തിട്ടുണ്ട്. ഏതായാലും ഈ വരുന്ന 17-ാം തീയതി മുതൽ 27-ാം തീയതി 23-ാം തീയതി വരെയുള്ള നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചക്കാലം വളരെ സമുചിതമായി തന്നെ പരിപാടികൾ ആഘോഷിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 20 വിവിധ താന്ത്രിക കർമ്മങ്ങൾ, തുടർന്ന് നാമജപലഹരി, തുടർന്ന് പാർത്ഥസാരഥി ഭജൻസിന്റെ ഭജന. വൈകുന്നേരം 6 മണിക്ക് തിരുവാതിര, തുടർന്ന് കോൽക്കളി. 21 വൈകുന്നേരം 5:30 ഇരട്ട തായമ്പക. ചിറ്റത്തൂർ ജയകൃഷ്ണമാരാറും ചിറ്റത്തൂർ ആനന്ദും ഇരട്ട തായമ്പക അവതരിപ്പിക്കും. രാത്രി 9:30 കൈകൊട്ടിക്കളി, തുടർന്ന് തിരുവാതിര. 23 വിവിധ താന്ത്രിക കർമ്മങ്ങൾ, തുടർന്ന് ദേവപ്രതിഷ്ഠ. 23 വിവിധ താന്ത്രിക കർമ്മങ്ങൾ, തുടർന്ന് രാവിലെ 7:34 മുതൽ 9:39 വരെ പുണർദം 2-ാം കാലിൽ ഇടവം രാശി സമയത്തിൽ ദേവപ്രതിഷ്ഠ. അത്യുത്തര കേരളത്തിലെ സുപ്രധാനമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ മടിയൻകുലം ക്ഷേത്രത്തിൽ കഴിഞ്ഞ 10-35 വർഷത്തിന് ശേഷം ഒരു നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടക്കുകയാണ്. ഈ മാസം 17 മുതൽ 23 വരെയുള്ള മുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി നേരത്തെ സൂചിപ്പിച്ചമാരി വാരിക്കാട്ട് തന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെയാണ് ഞങ്ങൾ ഈ മഹോത്സവം കൊണ്ടാടുന്നത്. ഇതിനോടനുബന്ധിച്ച് ഒരു മതസൗഹാർദ്ദ സമ്മേളനം 18-ാം തീയതി 6 മണിക്ക് സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ മതങ്ങളിൽ വിശ്വാസങ്ങളുടെ സന്യാസിമാരുടെയും മതപണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്ന സംസ്കാര സമ്മേളനം ഇതിന്റെ ഒരു മുന്നോടിയായി ഞങ്ങൾ നടത്തുന്നുണ്ട്. തുടർന്ന് മടിയൻ നാരായണന്മാരാരും കേരളത്തിലെ പ്രഗത്ഭരായ 51-ൽ പരം വാദ്യ കലാകാരന്മാരും അണിനിരക്കുന്ന അതിഗംഭീരമായ പ്രമാണത്തിൽ പഞ്ചാരിമേളം. തുടർന്ന്
അനുമോദന സദസ്സ്. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ VM ജയദേവൻ, ജനറൽ കൺവീനർ തോക്കാനം ഗോപാലൻ, സ്വീകരണ കമ്മിറ്റി ചെയർമാൻ CV തമ്പാൻ, കൺവീനർ V നാരായണൻ, ക്ഷേത്ര വികസന സമിതി പ്രസിഡന്റ് ഭാസ്കരൻ കുതിരുമ്മൽ, ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ TV തമ്പാൻ, പബ്ലിസിറ്റി ചെയർമാൻ ദിനേശ് ഹർഷ, ട്രസ്റ്റി തറവാട് അംഗം NV മനോഹരൻ, വിജേഷ് മടിയൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള അൽബിർ ബിസ്മി ഇസ്ലാമിക് സ്കൂളുകളുടെ കോൺവെക്കേഷൻ ചടങ്ങ് ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള അൽബിർ ബിസ്മി ഇസ്ലാമിക് സ്കൂളുകളുടെ കോൺവെക്കേഷൻ ചടങ്ങ് നടന്നു. ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. 2025-26 അധ്യയന വർഷത്തെ പ്രീ പ്രൈമറി ഘട്ടം പൂർത്തീകരിച്ച 65 വിദ്യാർത്ഥികളാണ് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചത്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായി ഈ സ്കൂളിൻ്റെ ചട്ടങ്ങളും അതിൻ്റെ രീതിയും ഞങ്ങൾ കാണപ്പെടുകയാണ്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിൽ ഈ വിദ്യാർത്ഥികൾ വളരെ ചിട്ടയോടുകൂടി, വളരെ ഡീസൻ്റോടുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ നയത്തെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലത്തെ സംഘടനയുടെ പ്രോത്സാഹ രീതി ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ ബഹുമതികൾ പരമോന്നതത്തിൽ കയറുന്ന ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ പോരാളി ഡോക്ടർ Y അബ്ദുള്ള കുഞ്ഞി, അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം നല്ല രീതിയിൽ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറി. ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഡോക്ടർ E അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ KP മുഹമ്മദ്, MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ ദീപ MK എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ അൽബിർ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ജാബിർ ഹുദവി ചാനടുക്ക മുഖ്യപ്രഭാഷണം നടത്തി. എതിർത്തോട് ജമാഅത്ത് ഭാരവാഹികളായ E അബൂബക്കർ ഹാജി, ബേർക്ക അബ്ദുള്ള കുഞ്ഞി ഹാജി, ഹസ്നത്ത് ടീച്ചർ തുടങ്ങിയവർ ആശംസയറിയിച്ച് സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ അക്കാദമി ചെയർമാനുള്ള സ്റ്റാഫ് കൗൺസിലിന്റെ സ്നേഹോപഹാരം അൽബിർ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ ഡോക്ടർ KP മുഹമ്മദ് ഡോക്ടർ E അബ്ദുള്ള കുഞ്ഞിക്ക് കൈമാറി. അതോടൊപ്പം ഈ അധ്യയന വർഷത്തെ വിവിധ അവാർഡുകൾ വിതരണം ചെയ്തു. ബെസ്റ്റ് ടീച്ചറായി YMK മെമ്മോറിയൽ അൽബിർ മാവിനക്കട്ട ഹെഡ് ടീച്ചർ റൈഹാനത്ത് BVയെയും, അൽബിർ സ്കൂൾ എതിർത്തോട് ബെസ്റ്റ് സ്കൂളായും, ഷംസുൽ ഉലമ അൽബിർ സ്കൂൾ ബേർക്ക ചെർക്കള ബെസ്റ്റ് ഗാർഡൻ അവാർഡും കരസ്ഥമാക്കി. 3 സ്കൂളുകളിലെയും ബെസ്റ്റ് പാരന്റ്സ് അവാർഡും വിതരണം ചെയ്തു. നിലവാരം കൂടി നമ്മൾ കൃത്യമായി മോണിറ്ററിംഗ് ചെയ്തു. മാസത്തിലുള്ള അക്കാദമിക് റിവ്യൂ അടക്കം കൂടാതെ എതിർത്തോട് ജമാഅത്തിനുള്ള സ്നേഹോപഹാരം അക്കാദമി ചെയർമാൻ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി. അൽബിർ സ്കൂൾ സംഘടിപ്പിച്ച ഇസ്തിഖാമ സംസ്ഥാനതല മത്സരത്തിന് യോഗ്യത നേടിയ YMK മെമ്മോറിയൽ അൽബിർ മാവിനക്കട്ട വിദ്യാർത്ഥി ഫാത്തിമ ജസക്കുള്ള സ്നേഹോപഹാരം ഡോക്ടർ KP മുഹമ്മദ് സമ്മാനിച്ചു. സമസ്ത പൊതുപരീക്ഷയിൽ ബദ്രുൽ ഹുദ മദ്രസ എതിർത്തോടിൽ നിന്ന് ടോപ്പ് പ്ലസ് നേടിയ ഫാത്തിമ ലിയാന, ആയിഷത്ത് ഷഹ ഷാക്കിറ തുടങ്ങിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പനങ്കാവിൽ തണ്ണീർത്തടവും അരയി പുഴയുടെ കരയും മണ്ണിട്ട് നികത്തുവാനുള്ള ശ്രമം നാട്ടുകാർ താൽക്കാലികമായി തടഞ്ഞു. ഇവിടെ സൂക്ഷിച്ച 300ഓളം ലോഡ് ചെമ്മണ്ണ് തണ്ണീർത്തടവും വയലും നികത്തുന്നതിന് മുൻപ് തിരികെ എടുപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പനങ്കാവിൽ തണ്ണീർത്തടവും അരയി പുഴയുടെ കരയും മണ്ണിട്ട് നികത്താനുള്ള ശ്രമത്തെ നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ താൽക്കാലികമായി തടഞ്ഞു. ഇവിടെ സൂക്ഷിച്ച 300ഓളം ലോഡ് ചെമ്മണ്ണ് തണ്ണീർത്തടവും വയലും നികത്തുന്നതിന് മുൻപ് തിരികെ എടുപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഈ പ്രദേശത്ത് ഇനി ആരും വയലിൽ മണ്ണിടുന്നത് തടയുന്നതിന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. നഗരസഭാ കൗൺസിലർ N ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പനങ്കാവ് പ്രദേശം നമുക്ക് 2 വർഷം കഴിഞ്ഞ പ്രളയത്തിൽ തന്നെ മനസ്സിലാക്കിയാണ്. ഈ പ്രദേശത്ത്
പ്രളയത്തിൽ വെള്ളം വരികയും നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. ആ ഒരു അനുഭവം വെച്ചുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വ്യക്തി തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നത് വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം അദ്ദേഹത്തിനറിയാം അവിടെ മണ്ണിട്ടാൽ വെള്ളം ഒഴുക്ക് തടസ്സപ്പെടുത്തുമെന്ന്. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഭാവം അത് എന്തു വന്നാലും നമ്മുടെ ഈ നാട്ടിലെ പ്രദേശവാസികൾ ശക്തമായി എതിർത്താൽ ആർക്കും ഇവിടെ മണ്ണിടാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ അത് ഒറ്റക്കെട്ടായി നിൽക്കണം. ആരെ കൂടെ വരുമ്പോഴും അത് അവന് ചെറിയൊരു സഹായം കൊടുത്താൽ അത് പിന്നീട് മറ്റുള്ളവർക്ക് അത് ഉപയോഗിക്കും. പ്രദീപൻ പനങ്കാവ് അധ്യക്ഷത വഹിച്ചു. പനങ്കാവ് പാടശേഖര സമിതി സെക്രട്ടറി പി സുശാന്ത്, ചന്ദ്രൻ പനങ്കാവ്, ഉണ്ണികൃഷ്ണൻ പനങ്കാവ്, കരുണാകരൻ പനങ്കാവ് എന്നിവർ സംസാരിച്ചു. ഗംഗാധരൻ മാട്ടുമൽ സ്വാഗതം പറഞ്ഞു. പുരുഷ സ്വയം സഹായ സംഘം, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിളിച്ച യോഗത്തിൽ നാട്ടുകാരും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു. മരിച്ചാൽ ദഹിപ്പിക്കുന്ന സ്ഥലം അത്ര കണ്ട് ഈ ഭൂമിയെ പവിത്രമായി കാണുന്ന ഒരു സമൂഹമാണ് ഇവിടെ ജീവിച്ചു പോകുന്നത്. ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ വേണു എന്ന ഇവിടുത്തെ മുമ്പത്തെ ഇവിടെ ജീവിച്ചു വളർന്ന ഒരു പൗരൻ കർഷക കുടുംബത്തിലൊരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഇന്നത്തെ പൊതുവെയുള്ള സമ്പത്തിൻ്റെ എല്ലാം കാരണം കൊണ്ട് കുറച്ച് സമ്പത്ത് കൂടുതലുള്ളത് കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ ഭൂമിയുടെ ഘടനാപരമായ മാറ്റം സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അത്തിക്കോത്ത് വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനം കളിയാട്ട ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കരിഞ്ചാമുണ്ടിയമ്മ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കരിഞ്ചാമുണ്ടിയമ്മ ആലിലവള്ളിയിൽ ആടുന്നതുൾപ്പെടെ നിരവധി ആചാരങ്ങളാൽ സമ്പന്നമായ ജനകീയ കൂട്ടായ്മയിൽ ആരാധിക്കുന്ന കാഞ്ഞങ്ങാട് അത്തിക്കോത്ത് AC നഗർ വിഷ്ണുമൂർത്തി കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കളിയാട്ട ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്സവത്തിന്റെ 2ാം ദിവസം അതിരാവിലെ ഉദയസൂര്യന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങി കുത്തുവിളക്കിന്റെയും ഓലച്ചൂട്ടിന്റെയും മാത്രം ദീപജ്വാലയിൽ തിളങ്ങി പ്രധാന ആരാധനാമൂർത്തിയായ കരിഞ്ചാമുണ്ടിയമ്മയെ ചെണ്ടമേളത്തിന്റെയും ഭക്തി ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ അണിയറയിൽ നിന്നും ദേവസ്ഥാനത്തേക്ക് എത്തി വലം വച്ചതിനു ശേഷം പൂർണ്ണ സ്വരൂപിണിയായി ഉറഞ്ഞാടി ഉരിയാടി അനുഗ്രഹം നൽകി. ദേവസ്ഥാനത്തിന് മുൻവശത്തുള്ള ആലിലവള്ളിയിൽ കരിഞ്ചാമുണ്ടിയമ്മ ആടുന്നത് കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തി. തുടർന്ന് നിരവധി ചടങ്ങുകൾക്ക് ശേഷം ഭക്തർക്ക് അനുഗ്രഹം നൽകി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ആദ്യ ദിവസം തൊണ്ടച്ചൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാദ്യമേളം, തെയ്യം കൂടൽ, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം എന്നിവയും ആദ്യ ദിവസം നടന്നു. 2ാം ദിവസം രക്തചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, കുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിലെ ഗുണ്ടാ നേതാവ് ആരിഫിനെ കൊലപ്പെടുത്തിയ കേസിൽ 3 പേർ കൂടി അറസ്റ്റിൽ. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10 മഞ്ചേശ്വരം കുണ്ടുകുളക്കെ കടൽ തീരത്ത് യുവാവിനെ കടലിൽ കാണാതായി. മഞ്ചേശ്വരം ചൌക്കി സ്വദേശി മുഹമ്മദ് സൈനുൽ ആബിദിനെയാണ് തിരയിൽപ്പെട്ട് കാണാതായത്. തിരച്ചിൽ ഊർജിതം. കെൽ ഇലക്ട്രിക്കൽ മെഷീൻ ലിമിറ്റഡിന് വൻ വിറ്റുവരവ്. 2025-26 വർഷത്തിൽ 15 കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് നേടിയാണ് റെക്കോർഡ് സൃഷ്ടിച്ചത്. ഹൊസങ്കടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് സ്മാരകമായി മാറുന്നു. ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് യാത്രക്കാർ ദുരിതത്തിൽ. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകൾ, മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും തുടങ്ങിയില്ല. പ്രതിഷേധം ശക്തം. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.